അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ ഒന്നല്ല, രണ്ടാഴ്ചയുടെ പിറന്നാളാണെന്ന്. ആരൊക്കെയെന്ന് അറിയാം? ആരൊക്കെ പിറന്നാൾ അച്ഛാ? അമ്മേന്റെ നിതീഷിന്റെ. നിതീഷ് ആരാ? അപ്പൊ ആരൊക്കെ? യെസ്, അമ്മന്റെ ബർത്ത് ഡേറ്റ് ആണ്. എന്റെ ഹസ്ബൻഡിന്റെ നാളാണ്. അതാണ് ഒരു ഡേറ്റിന് വന്നത്. വയസ്സ് പറയില്ല, അതാദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പം പക്ഷെ ആദ്യത്തെ എന്തെന്താ വെച്ചേ? ആദ്യത്തെ കർത്തവ്യം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുക എന്നുള്ളതാണ്. സ്ഥിരം അമ്പലം നമ്മുടെ ഹനുമാൻ കോവിലല്ലേ. കളി നമുക്കില്ല. വേറൊന്നല്ല, അവിടെ പോയി കഴിഞ്ഞിട്ട് വേണം നേരെ ആര്യഭവനിൽ പോയിട്ട് ആർക്കാണ് അവിടെ പോകാൻ ആദ്യം താല്പര്യം? ആദിക്ക് അതല്ല നിനക്ക് മാത്രമാണ്. എന്താ അറിയാം അത്ര വലിയ ഇതില്ലാത്തത്? വേറൊന്നല്ല, അവിടെ പഴംപൊരി ഇപ്പൊ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോവാത്തത്. ആണോ? സന്തോഷായി. ഓക്കെ, അപ്പൊ നീ നേരെ ബെഡിലേക്ക്. ഒക്കെ പെട്ടെന്നായിരുന്നു, മഴ കാരണം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഫുള്ളാ അമ്പ എല്ലാവരും അമ്പലത്തിൽ കയറി പ്രസാദമൊക്കെ മേടിച്ച് തേങ്ങ അയച്ചോണ്ട് നിൽക്കുക. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആര്യഭവനിൽ കയറി ഫുഡ് കഴിക്കല്ലേ. ഇന്ന് ആദ്യമായിട്ട് അമ്മ ആര്യഭവനിൽ വന്നിട്ട് ഞങ്ങളെ കൂടെ അമ്മ ഓർഡർ ചെയ്തു. സാധാരണ അതല്ല പരിപാടി. എന്ത് കഴിക്കേണ്ടെന്ന് ചിന്തിച്ച് അന്ന് കഴിച്ച് തീരാനാവുമ്പോഴാണ് അമ്മ ഓർഡർ ചെയ്യുന്നത്. ഞങ്ങള് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു. സ്റ്റുഡിയോ അധികം മൂത്രം വയ്ക്കാണ്ടെന്ന് എന്നിട്ട് അതിനായിട്ട് പോകും. ആദ്യം ട്രയൽ ചെയ്യാൻ പോവാണ് ഗൈസ്. അങ്ങോട്ടേരാണ് ബാറ്റിലുണ്ട്. എന്തേ ഇടാൻ പറ്റുന്നില്ല? എടാക്കി ഇടുന്ന പോയി മാറ്റിയോ? ആദ്യം മാറ്റിട്ട് വാ. ഏതോ ബാനിയൻ എന്താ ചെയ്യുന്നതായി അതിനു വേണ്ടി വിളിക്കുക, മാടി വിളിക്കുക. എന്താ സെപ്പറേറ്റ് ഇട്ടു? അതിനെന്താ കുഴപ്പമില്ല. വണ്ടിയിടാൻ വേണ്ടി പോവാ. നല്ല വളയാണല്ലോ അമ്മ. അമ്മന്റെ ആദ്യന്റെ ഗിഫ്റ്റ്. സ്റ്റേറ്റ് അച്ഛനാണോ ചോദിച്ചല്ല ഞാനാണെന്ന് പറഞ്ഞപ്പോ അയ്യോ അല്ലുകൂടി ഈ എടുക്കണ്ട, എത്രയാണെന്ന് വെച്ചാൽ പൈതി ഞാൻ തരാന്ന്. എന്നാലും ഒരു വാട്ടി ഇജ്ജ് വിടുത്തണ്ട, ഞാൻ ഫുള്ള് എടുത്തോളാന്നുള്ളൊരു ചോദ്യം. അതില്ല ചേച്ചി വൈദ്യ തരാന്ന്. എന്ത് ചേച്ചിയല്ലേ ചേച്ചി? പോടാ പട്ടീന്നിട്ടായി എന്നെ വിളിച്ച് പോടാ പട്ടീന്ന്. ഇവിടെ ഒരുത്ത അലമ്പാക്കിക്കൊണ്ടിരിക്കാണ് ചേച്ചി. 250 എന്നിട്ട് എന്റെ തോളത്തടിച്ചിട്ട് തരാന്ന്. ഇപ്പോഴും ഇല്ല ചേച്ചി. അച്ഛൻ വന്നിട്ട് എനിക്കൊരു ബനിയൻ മേടിച്ചു തരാൻ പറഞ്ഞപ്പോ ചേച്ചി മേടിച്ചു തന്നില്ലല്ലോ. ഗൈസ് അമ്മന്റെ ട്രീറ്റ് ആണ് എൻജോയ് ചെയ്ത് അമ്മയെ അറ്റൻഡ് ചെയ്യും. ഞങ്ങൾ ഒരു ഒറ്റ ഡേറ്റ് മേടിച്ചിട്ടുള്ളൂ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. ആരെ പേര് ഞങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഫോർ യു, ഹാപ്പി ബർത്ത്ഡേ ടു യു.
ആ ടേറ്റ് എടുത്തോളൂ. അമ്മമ്മന്റെ പൊന്നിന് ആ ആ യെസ് 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 നിന്റെ രണ്ടാമത്തെ പോന്നു. യെസ്. പിന്നെ ഇനി അമ്മച്ചന്റെ മോനെ ഇതെന്റെ മൂത്ത മോക്ക്. ഇളയ മോനില്ലല്ലേ? ഇതെന്റെ ഒന്നാമത്തെ മോന്. ആ എടുത്തോ എടുത്തോ എടുത്തോ. ആ അമ്മമ്മക്ക് തന്നില്ല. അങ്ങനെയല്ല, അതുകൊണ്ട് കഴുത്തത് വാരിക്കണം. അടിപൊളി ചെയ്തു. അമ്മ കൊടുത്ത കണ്ടില്ല. വിറച്ചു വിളിക്കുന്നത് അമ്മ കേൾക്കണ്ടായില്ലേ? അച്ഛാ പറ്റല്ല. സ്വന്തം കാര്യം സിന്ദാബാദ്. ക്യാമറ പിടിക്കും. ഇതാട്ടാ. ആ. അത് ഞാൻ കൊടുക്കുന്നുണ്ട്. താങ്ക് യു. നല്ല കേക്ക് കേട്ടോ. അപ്പം അടുത്ത ഗൈസ് സമ്മാന വിതരണാണ്. അപ്പം ഗിഫ്റ്റ് വേണ്ട, ഇത് നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. ഇതൊരു ഹാഫ് ബോട്ടിലാണ് ഗൈസ്. അപ്പൊ ആവുന്നല്ല ഏട്ട പൊളിക്ക്. ഇവിടെ തന്നെ വിളിച്ചത്. ഏറ്റവും സദാ കൊടുക്കണം. ഞാൻ ആകാശിനോട് പറഞ്ഞു. ഇങ്ങനെ കയ്യേറ്റിട്ട് നടക്കുന്നു. എന്താ ഉപകാരപ്പെട്ട സാധനം. അത്യാവശ്യമുള്ള സാധനം ഏട്ടന് ഡ്രിമ്മർ ഉണ്ട്. ഏട്ടൻ എത്രയായാലും ഏട്ടൻ ഡ്രിമ്മർ മേടിക്കൂല. ഏട്ടൻ അത് പഴയതെടുത്ത് കുത്തി കുത്തി കളിക്കും. ഞങ്ങൾക്കുള്ളൊക്കെ മേടിച്ചു തരും കേട്ടോ. പക്ഷെ ഏട്ടനുള്ളത് ഏട്ടനൊന്നും വാങ്ങൂല. അപ്പൊ നിങ്ങൾ ഞാനൊന്നും കൊടുത്തില്ല. എന്താ ഞാൻ ഇത് കൊടുത്തിട്ട് ആ കാലം ഡിക്കില്ല. ഒരു ഡ്രസ്, ഒരു നല്ല അടിപൊളി ജീനും പിന്നെ ഒരു ടീഷർട്ടും. ഇതാണ് അത് പെരുന്നാളിന് ഞങ്ങൾ ഇട്ട്. അടുത്ത പെരുന്നാളിന് ഇതൊന്നും അല്ല കേട്ടോ. ഇതിലും നല്ല സാധനമാണ്. നോവേന്റെ സാധനം കേട്ടോ. അത്യാവശ്യം നല്ല സാധനം. ഇതവിടെ ഇപ്പുറത്തെ ഉണ്ടാവുക. ആദ്യം പേഴ്സ് അവിടെ വെട്ടരുത്. ഒന്നുമില്ല ചേച്ചി. എന്ത് ഏട്ടെന്താ പറഞ്ഞത്? ഏട്ടെന്താ പറഞ്ഞത് അറിയോ? ഏട്ടെന്താ പറഞ്ഞിട്ട് ഏട്ട പേഴ്സ് അവിടെ വീട്ടിലവിടെ വെട്ടരുത്. ഗിഫ്റ്റ് ഒന്ന് ഇട്ടിട്ട് അവകാശല്ലേ. അന്റെ പേഴ്സ് നോക്ക് എന്തെങ്കിലും കിട്ടുന്നില്ലേ? ഇവിടെ ഒരു പേഴ്സ് ഉണ്ട്. 10 പൈസ കിട്ടില്ല. ഇന്റെ വര ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. ചേച്ചിന്റെ വര ഞാൻ ഉമ്മ കൊടുക്കാന്നാണ് പറഞ്ഞത്. അമ്മ സർപ്രൈസ് ആണ്. ചെയിനും ഡ്രസ്സും ചെറുപ്പും വളയിട്ട വെളും ലോട്ടില് വള കേട്ടോ. നോട്ടുണ്ട് ഇനി അമ്മക്കുള്ള സമ്മാനതാണ് ചേച്ചിന്റെ. പഴം തിന്നാൻ പോയി. പഴം തിന്നാ കഴിയട്ടെ. സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി. വാ വാ വാ. നിങ്ങളെല്ലാരും വിചാരിക്കും ഓളിപ്പോ ചിരിക്കുന്നത് അത് വീഡിയോ. അതിന് പണി വേറെ വരുന്നുണ്ട്.
തുറക്ക് കഥയല്ല ഇട്ട് കൊടുക്കട്ടെ ആ. ആദ്യം മോനെ ഒന്ന് നോക്കട്ടെ കൊടുക്കട്ടെ അത് കട്ടി ഉമ്മട്ടുണ്ടാക്കി യെസ് 916 മോതിരാണ്, ലോട്ടൽ മോതിരല്ല 916. ഏത് കല്യാണുണ്ട് ഇതാണ് ഇപ്പൊ കാര്യം. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം മറ്റേടാ. കറക്റ്റ്. എന്റെ ഒരു അമ്മ ആഗ്രഹം ശരിയുണ്ടോ? അമ്മക്ക് ഗോൾഡ് ആ കൊടുക്കാൻ പിടി. ഞാൻ പിടിക്കാം. അമ്മ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പണിക്ക് പോയി തുടങ്ങിയിട്ടുള്ളൂ, ഷോപ്പിലൊന്നുമില്ല, അതുകൊണ്ട് കയ്യിലൊന്നുമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പക്ഷെ അഞ്ഞോട്ട് പറയുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു സാധനമാണ് ഇത്. ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ഇടാ. നമ്മ എന്നോട് അത് ഞാൻ കെട്ടിപ്പോയടാ, കെട്ടി ചെയ്തു പോയി. അമ്മ ചെറിയൊരു സാധനം, ഒരു ചെറിയ മാറ്റം ഇല്ലാത്ത സാധനം എന്റെ അടുത്തൊന്നും അതും ആകാൻ ചെറുതാണ്, പക്ഷെ ഹാർട്ടാണ്. ഹാർട്ടിലെ ഒരു നമുക്ക് അങ്ങനെ കല്ലുള്ളതൊന്നും നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ഗോൾഡ് എന്നെ കൊണ്ട് പറ്റിയ രീതിയിലുള്ള സാധനമാണ്. ഓക്കെ സന്തോഷമായ ഇങ്ങോട്ടാ പോണേ ക്യാമറയിൽ. വിഷേട്ടാ ഒന്ന് പിടിക്കേട്ടാ. ഇത് ഒരാളെ ഷെയർ ഇതിന്റെ ഒറ്റക്ക് സ്വന്തം ഷെയറാണ്. പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ സത്യം പറഞ്ഞത് മനസ്സിലാവുന്നില്ല. അമ്മ റിയാക്ഷൻ കിട്ടാത്തതാണ്, അമ്മ കൺഫ്യൂഷനിലാണ്. എങ്ങനെ എന്റെ അടുത്തത് ഇങ്ങനെ കിട്ടിയെന്നാണ് അമ്മന്റെ കൺഫ്യൂഷൻ. അങ്ങനെയല്ല കേട്ടോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ല. കാരണം 10 റുപ്യ അനാദിയാക്കാത്തൊരു മോനോ, ഓനൊരു 100 റുപ്യ കിട്ടിയാലും 50 റുപ്യ കിട്ടിയാലും അമ്മക്കും പെങ്ങൾക്കും ഒക്കെ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നൊരു മോന. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. എനിക്കിത് കിട്ടിയ എന്താ നമുക്ക് സന്തോഷമല്ലേ അല്ലേ തിരിച്ച് മക്കളെ കയ്യിന്ന് കിട്ടുമ്പോ നമ്മള് സ്വന്തം പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ വേണേലും മേടിക്കാം. പക്ഷെ മക്കൾ തരുമ്പോ ഇനി എനിക്ക് മരിച്ചാലും വേണ്ടൂല, അത്രയും സന്തോഷം. ഇനി ബാക്കി ടൈമില്ല, നേക്കാതില്ലായിട്ട് കണ്ടോ അറിയാൻ പോവാ. കാത് ഇവിടത്തത് ഞാൻ എനിക്ക് നേരത്തെ കൊടുക്കണമെന്നുണ്ട് ഇനി, പക്ഷെ അപ്പം ഇവിടെ കൊടുക്കുമ്പോ രസമില്ലല്ലോ. അപ്പൊ കൊടുക്കുമ്പോഴല്ലേ ഇതിപ്പോ പോയിട്ട് വേണം. നേരത്തെ കയ്യില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയ്യില് മോതിരം, എന്റെ കയ്യില് മോതിരം ഇല്ല, മേക്കാതില്ല. എന്റെ മോതിരം ഞാനിപ്പോ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിട്ട് കൊണ്ടുവച്ച്. അപ്പൊ നമുക്ക് ഞാൻ വണ്ടിയിൽ വരുമ്പോ പറയാം വളർത്തപ്പം ആ മോതിരം ഉണ്ടായിരുന്നു. മോതിരം കൂടെ കാണട്ടെ. നല്ല അടിപൊളി, നല്ല മാച്ചിന് മോതിര, അടിപൊളി നല്ല മോതിരം. ഇട്ടില്ല. അത് അമ്മ ഇടണം. ഞങ്ങൾ വിചാരിച്ചില്ല, പറ്റൂലെന്ന് വിചാരിച്ചില്ല. ഇവളൊരു അളവ് പോലും ഇന്നത് എടുത്തിട്ടില്ല ഇവള്. കറക്റ്റ് സന്തോഷല്ലേ? അടിപൊളി. നേടാൻ പറ്റിയല്ലോ. ഞാൻ അടിപൊളി ചെയ്യുന്ന അത് സാറേ അപ്പൊ ഇട്ടോട്ടെ റൈസ് ഒന്ന് നോട്ടട്ടെ, രസമുണ്ടോ നോട്ടട്ടെ എന്തൊക്കെയാണ്. അതാ റൈസ് ഇന്റേതാണ് ഇട്ടത്, ചെറുതാണെന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. ചെറുതോ വലുതോ എന്നല്ല, നോട്ടട്ടെ നോട്ടട്ടെ. എനിക്ക് ഭയങ്കര ഹാപ്പിയാ. വലുപ്പത്തിലും ചെറുപ്പത്തിലും അല്ല സംഭവം. ഇതാക്കിയിട്ട് പോലും ഇത് ചേച്ചി തലച്ചാന നല്ല രസമുണ്ട്. അത് കറക്റ്റ്. അത് ചേച്ചിക്ക് പേടിയാ ന്യായോ ആവോ ഇല്ലേന്ന്, ലൂസാവോന്ന്. പോവാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി പടക്കളം കാണാൻ പോവാ. അപ്പൊ ഇന്ന് ഞങ്ങൾ പടക്കളം കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഫുള്ളായിട്ട് പറ. അത് എന്താ നിങ്ങൾ ആരാശയെന്ന് പറഞ്ഞിട്ട് എന്താന്ന് ചോദിച്ചില്ലല്ലോ. പറ. ആ പറഞ്ഞോളി. അല്ല ഇത് കാണിക്കും അടുത്ത ദിവസം. ആ അതന്നെ. ആ അപ്പൊ സിനിമ 1:30 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കയറാൻ പോണത് ഇവിടെ. അങ്ങനെ സംഭവിക്കാറില്ല. യെസ്, ഇന്ന് കേറ്റുമുറി ഇട്ടായതുകൊണ്ട് സിനിമന്റെ അലമ്പും ഡേയ്സ്. ചേട്ടൻ്റെ അറിയാം 1:30 ഷോയും 12 മണിക്ക് കേറ്റുമുറി അവസ്ഥ. കാണാനും കൂടെ ഉള്ള പ്രാണി എനിക്കില്ല. അപ്പൊ ക്രീം ബണ്ണോ? ചേട്ടാ ക്രീം ബൺ
അമ്മ സിനിമ കണ്ടോ ഇനി? അടിപൊളി എല്ലാവർക്കും ഇഷ്ടമായി. ഒച്ച മാത്രമേ ചോർന്നു. നിരീക്ഷണം എങ്ങനെയാണ് ഇഷ്ടായോ സിനിമ? സിനിമ കണ്ട് അടിപൊളി ടിക്കച്ചു കേടോ. ചിരിച്ച് ചാപ്പക്കള് ലാസ്റ്റ് വരെ ചിരിക്കുന്ന അടിപൊളി. ഹേ ഗായ്സ്, അപ്പം ഇവിടെ അങ്ങനെ പിറന്നാൾ ആയിട്ടുള്ള ഫുഡിന്റെ അടിയാണ്. പക്ഷെ ഫുഡ് കഴിക്കുന്നത് 6 മണിക്കാണെന്നുള്ളൂ. വേറെ ഒന്നല്ല, രാവിലെ അമ്പലത്തിൽ പോയി ചായ കുടിച്ച് നേരെ വന്ന് പിന്നെ ഡ്രസ്സ് എടുത്ത് ഒറ്റ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. അപ്പത്തേ നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്തേലും വെച്ചാൽ ടിക്കറ്റ് പടക്കളം സിനിമ കാണാൻ വേണ്ടിട്ടില്ലേ? യെസ്, പടക്കളം കാണാൻ വേണ്ടിയിട്ട് വെച്ച് പോയി കണ്ട് കഴിഞ്ഞ് വന്ന് ഫുഡ് ഉണ്ടാക്കി. അപ്പൊ ഫുഡിന്റെ ഒരു ചെറിയ ഷോർട്ട് കൂടിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ പാവ പിറന്നാളുകാരിനും പിന്നെ പിറന്നാളുകാരന്റെ ഭാര്യനെ കൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിപ്പിച്ചത്. അപ്പൊ എന്തൊക്കെയാന്ന് കാണിച്ചത് ഗൈസ്, വേറെ ഒന്നുമില്ല, നല്ല അടിപൊളി നെയ്ച്ചോറ്. നല്ല അടിപൊളി നെയ്ച്ചോറുണ്ട്. സ്മെല്ലടിച്ചിട്ട് കുറേ നേരമായി. പിന്നെ ചിക്കൻ കറി, യെസ് അമ്മ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. പിന്നെ ഓഫ് കോഴ്സ് തൈര് ഉണ്ടാവും. പിന്നെ അടിപൊളി അമ്മ സ്പെഷ്യൽ ചിക്കൻ 65 അല്ല, ഞങ്ങളിതില് CDF ആണ്. എന്നിട്ട് ഇത് 65 ആയിരിക്കും. പക്ഷെ 65 ഒന്നും ഒരിക്കൽ ഗൈസ് ഈ വലുപ്പത്തിൽ കിട്ടും അല്ലേ? ലയിച്ചേ പിന്നെ കാട്ടുകൂട്ട് ചീരിയും പരിപ്പും കറി. ഓക്കെ, കാരണം നിതീഷിനും അച്ഛനൊക്കെ പിറന്നാളുകാരനും പിന്നെ ഉദയേട്ടനും ഒക്കെ ലേശം ചോറിട്ടിയ സന്തോഷമാണ്. പിന്നെ അത് പിന്നെ കടുമാങ്ങച്ചാറ്, മാങ്ങച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇത്രയൊരു ഐറ്റംസ് ആണ്. അപ്പൊ അത് ഞങ്ങളൊരു വെട്ട് വെട്ടാൻ പോകണം. ആ വെട്ട് ഞങ്ങൾ പേടിക്കുന്നോണ്ട് ആ ഷോട്ട് കാണിക്കുന്നില്ല. പറയുന്ന നോക്കണ്ടേ, ഞാൻ ഇടക്കൊന്ന് കാണിച്ചിട്ടുണ്ട്. അത് കഴിക്കാം. ആർ യു റെഡി? നോ റെഡി.